അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അനുഗുണമായ രൂപത്തിൽ അവരുടെ ബിസിനസ്സിന് ഒരു രൂപത്തിലും കോട്ടം സംഭവിക്കാത്ത രൂപത്തിൽ ഈ മതത്തെ എങ്ങനെയൊക്കെ ആക്കി മാറ്റാമോ ആ രൂപത്തിലൊക്കെ ആക്കി മാറ്റി. ഒരുത്തനുണ്ട് സ്വലാത്ത് മജ്ലിസ്, നൂറെ ഹബീബെ, അതായത് പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു സദസ്സാണ് എന്ന വ്യാജേന ഒരുപാട് സ്ത്രീകളെ സംഘടിപ്പിച്ച് കൊച്ചുവെളുപ്പാങ്കാലത്തിരുന്ന് പ്രാർത്ഥിക്കുവാണ്. ഇയാൾ 3 മണിക്ക് ഉറക്കമെഴുന്നേക്കും അത്രേ. എന്തിനാ? സാധാരണക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇയാളോട് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ. അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കലാണ് കക്ഷിയുടെ ജോലി. അല്ല, ഇയാള് പ്രാർത്ഥിക്കുന്നത്ര രൂപത്തിൽ തന്നെയല്ലേ ഉള്ളൂ അവരും പ്രാർത്ഥിച്ചാലുണ്ടാകുക. അവരും ഇവരെ കൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവനവൻ തന്നെ അങ്ങ് പ്രാർത്ഥിക്കൽ. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഏത് രൂപത്തിലായിരിക്കും പ്രാർത്ഥിക്കുക? അത്രയും ആത്മാർത്ഥത അതിനകത്തുണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല. നോക്കിക്കോ എങ്ങനെയാണ് ആത്മീയതയെ ഇവർ ചൂഷണം ചെയ്യുന്നത് എന്ന് നോക്കിക്കോ. സൗണ്ട് കണക്ട് ആകുന്നില്ല. കപ്പലിൽ ഏതായാലും പണം കെട്ടി പാസ്സായി രണ്ടുപേരും ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കപ്പലിൽ കടലിന്റെ നടുവിൽ വെച്ച് കപ്പൽ സ്റ്റക്കായി പോയി. കപ്പൽ മുങ്ങുകയാണ്. കപ്പൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. ഞാനും പറമ്പിൽ കടവും കൂടെ കപ്പിത്താന്റെ അരികിലേക്ക് കപ്പലിന്റെ മുകളിൽ കയറി. കപ്പിത്താൻ ഒരു ഇംഗ്ലീഷുകാരനാണ്. ഒരു അമുസ്ലിമാണ്. അയാളെ എന്ന് സംസാരിച്ചു. അയാള് പറഞ്ഞത് കപ്പലിന്റെ ഒരു എഞ്ചിൻ പാടെ നിന്ന് പോയിട്ടുണ്ട്. അടുത്ത എഞ്ചിന് ഈ കപ്പൽ താങ്ങാൻ മാത്രം അതിന് കഴിയില്ല. അതുകൊണ്ട് അതും നിന്നുകൊണ്ടിരിക്കുകയാണ്. അതും നിന്നാൽ നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോകും. അതായത് കപ്പല് മുങ്ങാൻ പോകുന്നു. ആ മുങ്ങാൻ പോകുന്ന കപ്പലിനെ ഉസ്താദിന്റെ മരിച്ചുപോയ മഹാനവറുകളായിട്ടുള്ള ഉസ്താദും കൂടി പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാകുന്നു. ഇത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് വിശ്വസിക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഇതുപോലെയുള്ള മണ്ടന്മാർ വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തത് മഹാനായ ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ ഇരിക്കുന്ന വയസ്സായ ഉപ്പത ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു പ്രവാചകനാണ്. കണ്ടിട്ടുണ്ടോ ഈ വയസ്സായ ഉപ്പാന? ഹറമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് വന്നിട്ട് എന്താടാ മുസാഫ് ഇത് ഓതടാ, മുസാഫ് ഓതണം എന്ന് പറഞ്ഞു കൊടുത്തു. അവരെ കയ്യിൽ ആളെ പരിചയമില്ല. മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് മുസാഫ് നനഞ്ഞിട്ടില്ല, വന്ന ആളും നനഞ്ഞിട്ടില്ല. മുസാഫ് കൊടുത്തു. ആ മുസാഫ് മൂപ്പര് ഓതി. അങ്ങനെ ഖളിർ നബി അലൈഹി സ്വലാം തങ്ങളെ ഒരു പ്രവാചകനാണ് ഖളിർ നബി. എന്താണ് ഖളിർ നബിന്റെ അത്ഭുതങ്ങൾ, എന്താണ് അല്ലാഹുവിന്റെ ഇൽമ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പലവരോടും മൂപ്പര് ചോദിച്ചിങ്ങനെ നടന്നു പോലും. പക്ഷെ ആർക്കും വേണ്ട പോലെ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ മുസാഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോ മൂപ്പര് മുസാഫിന്റെ അടിയിലേക്ക് ഒരു വെള്ള കടലാസ് വന്നു പോന്നു. ആ കടലാസിൽ ഖളിർ നബിയുടെ ഫുൾ അഡ്രസ്സുകളും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത്? നഷ്ടപ്പെട്ടു പോയിരുന്നു. അത് ഉസ്താദെ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കതിന് പോകുമ്പോ അല്ലെങ്കിൽ മുസ്ലിം അല്ല, മരിച്ചുപോയ ഈ പ്രവാചകന്റെ സ്വർഗത്തിലെ അഡ്രസ് ആണോ എഴുതിയിരുന്നത്? അല്ല, ഈ വായിച്ച ആളിന് അറബിയും ഇംഗ്ലീഷോ ഏത് ഭാഷയിലാണ് എഴുതിയിരുന്നത്? ആ ഭാഷ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നോ? എന്തെന്നറിയാമോ? ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ഇതിനേക്കാൾ വിവരക്കേടുകളും തൊള്ള തൊടാതെ വിഴുങ്ങുന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹം അതിന് പറയാം. അദ്ദേഹത്തിന് സിഹറിനെ പേടി, കണ്ണേറിനെ പേടി, അതേപോലെ ജിന്ന് കൂടോന്നുള്ള പേടി, കൂടിയാ പിന്നെ അവിടെ തന്നെ നിർത്തിയാ മതിയോ എന്നുള്ള ആ തരത്തിലുള്ള വിചാരങ്ങൾ, ഇങ്ങനെ ഭയപ്പാടുകളിൽ കിടന്നിട്ട് ഈ ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും വഴികളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നിടത്ത് നമുക്ക് പറയാൻ കഴിയണം, യഥാർത്ഥത്തിലുള്ള ഈമാനിൽ ഉറച്ചു നിന്നിട്ട് ആ ഈമാൻ ഇസ്ലാഹി പ്രസ്ഥാനം ഇന്നോളം പ്രബോധനം ചെയ്ത ആ പാതയിൽ ഉൾക്കൊണ്ട് അതിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർഭയത്വമുണ്ടല്ലോ. നമ്മൾ രണ്ട് കൂട്ടരിൽ ആർക്കാണ് ആ നിർഭയത്വത്തിന് അവകാശമുള്ളത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സിഹറിനെ പേടി, കണ്ണേറിനെ എങ്ങനെയുണ്ട്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ പറ്റാത്ത ചില വസ്തുതകൾ എണ്ണിപ്പറഞ്ഞിട്ട് ഇവര് മുസ്ലിം സമൂഹത്തെ ഉദ്ധരിപ്പിക്കാൻ ശ്രമിക്കുവാണ്. സാമുദായികപരമായി സംസ്കരിക്കാൻ ശ്രമിക്കുവാണ്.
ഊരിയാട് ചാപ്പരങ്ങാട് തേരൂർ പാപ്പാന്റെ മക്കാമുള്ള പള്ളി ദർശനത്തുമ്പോ അവിടെ ഒരാളെ പാമ്പ് കടിച്ചു. കോട്ടക്കൽ ആര്യവേശാലി കൊണ്ടേക്കാണ് സൂചി വെച്ചു, മരുന്ന് കൊടുത്തു, പലതും കൊടുത്തു. പക്ഷെ ആൾക്ക് ബോധം വരുന്നില്ല, കണ്ണിന്റെ പോള പൊന്തുന്നില്ല. അപ്പൊ ഓലെന്താക്കി പള്ളിക്കല മോചേരിയാണ് സാധുപീടിയായ ഞമ്മടുത്തിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ വാപ്പാനെ പാമ്പ് അടിച്ചിരിക്കണ്, മൂപ്പരെ കണ്ണിന്റെ ഓള പൊന്തുന്നില്ല, ജീവൻ കിട്ടി വരുന്നില്ല. ഓക്കെ ഉസ്താദത്തേക്ക് മണ്ടി ഞാൻ, കാരണം പള്ളിക്കല മോചേരായ നമ്മള് മാനം കെടാൻ പറ്റുമോ? ഓക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത് നിങ്ങൾ, ഹദ്ദാദുർ റാത്തീബ് നിങ്ങൾ പതിവാക്കി ചെല്ലലുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെല്ലലുണ്ട്, പക്ഷെ ഇജാസത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എന്നാ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പരിപൂർണമായ ഇജാസത്ത് തന്നു. ഞാൻ രാവിലെ 9 മണിക്ക് അതങ്ങ് സ്വീകരിച്ചു. പള്ളിക്ക് പോയി ഹൗദിന്ന് കുറച്ച് വെള്ളെടുത്തു, അതങ്ങ് ചെല്ലിക്കാണ് ഞാൻ വന്ദിച്ചിട്ട് കുപ്പിയിലാക്കി. ചക്കരോട് പറഞ്ഞു, കോട്ടക്കൊക്കെ എടുക്കണ വാപ്പാ കൊണ്ടേ മോത്ത് കൊണ്ടേ പാരൻ, മുഖത്ത് കൊണ്ടേ പാർന്നേക്കണെ കണ്ട് മണ്ണെണ്ണ മേധം ചത്ത പാമ്പിന് മണ്ണെണ്ണ വാർന്ന മാതിരി പറഞ്ഞു നീച്ചു. പതിരീങ്ക പാപ്പ മക്കൾക്ക് മണ്ണാൻ സ്ഥലം മതിയില്ലെന്നായിരുന്നു. നീച്ചാണ്ടിരുന്നു. അങ്ങനെ 9 മരിച്ചാത്ത കേസ് ഉസ്താദിന്റെ നാടിന്റെ അടുത്തുണ്ട്, കിള്ളക്കോട് എന്ന സ്ഥലല്ലേ, അവിടെ ഞാൻ ദർശനത്തിന്നു. ആന ബാബാജി അയാളെ പള്ളിന്റെ അടുത്ത് സെക്രട്ടറിന്റെ 5 അബ്ദുന്നൂറ് കണ ചങ്ങായി ഓനെ പാമ്പ് പിടിച്ചു. വൈകുന്നേരം 3 മണിക്ക് തോട്ടുന്ന് കൊണ്ടുവന്നു വെള്ളം. ഇതിന്റെ അപ്പുറം കളവുകൾ പറഞ്ഞാലും ശരി, അത് വിശ്വസിക്കാൻ മണ്ടന്മാരായിട്ടുള്ള മുസ്ലിം ജനതയുള്ളത് കൊണ്ട് അവർക്കൊരു പ്രയാസവും ഉണ്ടാകില്ല. അപ്പോൾ ആത്മീയത, അന്ധവിശ്വാസം എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ വിറ്റഴിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ലാഭം മാത്രം ലഭിക്കാവുന്നതുമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. 1. 2, പരാതി ഉണ്ടാകില്ല. ആർക്കും ഒരു നിലയ്ക്കുമുള്ള പരാതികളോ പരിഭവങ്ങളോ ഇല്ലാത്ത രൂപത്തിൽ ഈ ബിസിനസ്സിൽ ലാഭം മാത്രമേ ഉണ്ടാകൂ. എല്ലാവർക്കും ലാഭം. ഇതിനകത്ത് എത്രമാത്രം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നോ അത്രയും ലാഭം. ഒരു മിനിറ്റ് അത്രയും ലാഭം മാത്രം. അപ്പൊ ഈ അന്ധവിശ്വാസങ്ങളിലൂടെ രൂപപ്പെടുത്തുന്ന ഒരു മുസ്ലിം ജനതയുണ്ടല്ലോ, ഈ ജനത നാളെ ഇവരെ ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്നത് എന്താ? ഈ അന്ധവിശ്വാസങ്ങളാണ്, ഈ അബദ്ധങ്ങളാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഇത് പഠിച്ചിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഈ മൗലവിമാർ, ഈ മുസ്ലിയാരു കുട്ടികൾ ഇതിനേക്കാൾ വലിയ മണ്ടന്മാരായിട്ടല്ലേ സമൂഹം കാണൂ, അല്ലേ? അപ്പൊ ഇതുപോലെ പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആന്റിവെനം കുത്തിവെക്കണം. അതിനു വേണ്ടുന്ന ചികിത്സാ രീതികൾ ഫോളോ ചെയ്യണം. അതല്ലാതെ ഊതി മന്ത്രിച്ച വെള്ളം കുടിച്ചാൽ ആള് കാലിയായി പോകും, ആള് കാഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിൽ ചികിത്സകൾ ഡെവലപ്പല്ലാതിരുന്ന കാലഘട്ടത്തിലെ ചില രീതികൾ ഇന്നത്തെ ആധുനിക ജനതയ്ക്കുമേൽ കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മീയതയുടെ തട്ടിപ്പും ഈ പുരോഹിതന്മാരുടെ കെടുകാര്യസ്ഥതയും വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും നമുക്ക് പുറം ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരുന്നതാണ്. നമുക്ക് നാളെ കാണാം. എൻ്റെ നെറ്റ് കഴിയാനായി. നന്ദി. ഗുഡ് നൈറ്റ്.